ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എയർലൈൻ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തുകൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കെട്ടി ഒക്കെ റെഡി ആക്കിയിട്ട് വെക്കുക. അതല്ലെങ്കിൽ ചെറിയ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസുകൾ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള ചെറിയ ചെറിയ ക്ലോത്തുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി പോകാതിരിക്കാൻ നമുക്ക് അടിക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മിസ്സായി പോകാതിരിക്കാൻ അത് ഒരുമിച്ചിട്ട് ഒരു കെട്ടാക്കിയിട്ട് വെക്കുക, ഒരുപാട് ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മളതിൻ്റെ ഫ്രണ്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ഇഞ്ചിൽ നീളത്തിൽ ഓരോ ക്ലോത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഷർട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗം പിടിപ്പിക്കണ പോലെ ഒന്നുകിൽ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മടക്കിയിട്ട് ഒരു പൈപ്പിങ് പോലെ ആക്കിയെടുക്കുക. ഒരു ഭാഗം അതല്ലെങ്കിൽ നല്ല ഭാഗത്ത് വെച്ചിട്ട് ബാക്കിലേക്കും ആക്കിയെടുക്കുക. ഇത് ജസ്റ്റ് നമ്മൾ അടിഭാഗത്ത് മാത്രം ഒരു ഓപ്പൺ വരാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ക്ലോസ്ഡ് ആക്കിയിട്ട് കൊടുക്കുന്ന ടൈപ്പാണ് മുന്നിൽ വരുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ എയർലൈൻ സ്കേർട്ടിൽ കാണിക്കുന്നത് കേട്ടോ. അതായത് 2 സൈഡ് ലോക്ക് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ജസ്റ്റ് അറിയണവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫ്രണ്ടത്തെ 2 ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ 2 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് പതിച്ചടിക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ആ ഒരു ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ആ ക്ലോത്ത് വേണ്ടത് ആ ഭാഗത്തേക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഫ്രണ്ടത്തെ 2 ക്ലോത്തും അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പതിച്ചടിയും കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അടി വരെ. ഇനി അതിൻ്റെ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത 2 പാർട്ടുണ്ടല്ലോ അത് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നാകുന്ന രീതിയിൽ വെച്ചിട്ട് അടിഭാഗത്ത് എത്രയാണ് നമുക്ക് ഓപ്പൺ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തുക. ഇതുപോലെ മുകളിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒരൊറ്റ സ്റ്റിച്ച് അത് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടിഭാഗത്ത് എത്തുമ്പോൾ ഓപ്പണിങ് മറക്കാതിരിക്കുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകും. നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ മാർക്ക് ചെയ്യാം. ഇപ്പം ഞാനത് മാർക്ക് ചെയ്യാതെ നമ്മൾ പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയി അതിൻ്റെ ശേഷം നമ്മളത് അഴിച്ചെടുക്കുക. നമുക്ക് വേണ്ട ഭാഗത്ത് പിന്നെ കെട്ടിട്ട് നിർത്തിയാൽ മതി. നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ജോയിൻ്റ് ചെയ്തല്ല ഫ്രണ്ടത്തെ 2 പാർട്ടും. അതിൻ്റെ ശേഷം ഫ്രണ്ടത്തെ ആ പട്ട പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പട്ട എന്ത് ചെയ്യുക, അതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽക്കും ബാക്ക് പാർട്ടിൽക്കും വേറെ ആയിട്ട് മുകളിൽ പിടിപ്പിക്കാനുള്ള പട്ട കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ബാക്കിൽ നമ്മൾ അലാസ്റ്റിക് വെക്കുന്നുണ്ട്, ഫ്രണ്ടിൽ പട്ടയും. ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടത്തേത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പട്ടുപാവാടക്കും ഇതിനൊക്കെ അര പിടിപ്പിക്കുമല്ലോ, ജസ്റ്റ് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ക്ലോത്ത് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം 1/2 ഇഞ്ച് മടക്കി അടിക്കുക, ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക. അത് നമുക്ക് ജസ്റ്റ് ഇത് അതേപോലെ ഇലാസ്റ്റിക് വെക്കുന്ന രീതിയിലുള്ള ആ പട്ട ഒന്ന് മടക്കിയിട്ട് മറ്റേ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് വെച്ചിട്ട് അപ്പോൾ അതൊന്നിന് ചുരുങ്ങി നിൽക്കും. എന്നിട്ട് 2ഉം കൂടി ഒരുമിച്ച് 2 സൈഡ് ജോയിൻറ്റ് ചെയ്യാണ് ഇതിൽ ചെയ്യണത്. ആ ജോയിൻറ്റ് ചെയ്യണ ഭാഗത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 2 സൈഡും ജോയിൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ
ബാക്ക് പാർട്ടും ചെയ്യാം. അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പിന്ന് കുത്തിയിട്ട് ഇലാസ്റ്റിക് അതിൽ കൂടെ ഇട്ടിട്ട് എടുക്കുക. രണ്ട് സൈഡിലും ഇലാസ്റ്റിക് അപ്പുറം അപ്പുറം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് കൊടുക്കുകയാണ് ഡ്രസ്സിൻ്റെ സ്കേർട്ടിൻ്റെ ഭംഗി ഉണ്ടാകുക. നമുക്ക് അങ്ങനെ വേണ്ട, മിഡി മാത്രം കാണാതെയാണ് ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ടിൽ മൊത്തമായിട്ടും കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ ബാക്കിലേക്ക് മാത്രം നമ്മൾ ഇലാസ്റ്റിക് പിന്ന് കുത്തിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതവിടെ ഫിക്സായി. രണ്ട് ജോയിൻ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ രണ്ട് സൈഡത്തെ ഇലാസ്റ്റിക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാലൻസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അളവ് മെഷർമെൻറ്റ് ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അതല്ലാതെയാണ് നമ്മൾ അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഹിപ്പ് സൈസ് നോക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ളത് അങ്ങനെ തന്നെ ആ അളവ് എടുത്തിട്ട് ബാക്കിലത്തെ അളവിന്ന് ഇലാസ്റ്റിക്കിന്ന് ഒരു 2.5 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗത്തേക്ക് ഒന്നിങ്ങനെ കവിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കും. ബാക്കത്തത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് ചുളിഞ്ഞ് നിന്നതുകൊണ്ട് ഫ്രണ്ട് ബാക്കിലേക്ക് ഒന്നിട്ട് ഒരു മറിഞ്ഞ് നിൽക്കണ പോലെ നിൽക്കും കേട്ടോ. ഒരു 1/2 ഇഞ്ചോളം രണ്ട് സൈഡും. പക്ഷെ നമ്മൾ രണ്ട് ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇത് കവർ ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ പട്ടയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് ബിഗിനേഴ്സിനുള്ളതാവുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബട്ടൺ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട കളറിലുള്ള ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം. ഇതേപോലെ ഏതെങ്കിലും മരത്തിൻ്റെ കളറോ അങ്ങനെ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ടോപ്പാണ് ഇതിലേക്ക് ഹൈനെക്കായിട്ട് ചെയ്തിട്ടുള്ളത്.